ഒരു പൊതുപ്രവർത്തകൻ. ഇനി ആ പൊതുപ്രവർത്തകൻ മാത്രമല്ല, പിണറായിയുടെ ഏറ്റവും കൂടുതൽ നോട്ടപ്പുള്ളിയായിട്ടുള്ള പൊതുപ്രവർത്തകൻ, പിണറായി വിജയനെ വിജയ എന്ന് വിളിക്കുന്ന പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകൻ ഇങ്ങനെയുള്ള മണ്ടത്തരം എവിടെയെങ്കിലും പോയി കാണിക്കും? ഞാൻ ചോദിക്കും. അയാളുടെ ഈ പെരുമാറ്റം മാത്രമല്ല, അയാളുടെ അല്ലാതെയുള്ള ആണുങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പോലും അയാൾക്ക് അഹങ്കാരവും താൻ പ്രമാണത്തിലുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്നത് ഇത് 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 പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭരണകൂട ഭീകരതയാണ് എന്നാ ഞാൻ. ആദ്യാവസാനം നടപടിക്രമങ്ങളുടെ ലംഘനമാണിത്. എങ്ങനെയാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക? ഞാൻ ചോദിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുകയാണെങ്കിൽ ആദ്യം കുറ്റം തെളിഞ്ഞവർ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ആ കുറ്റം തെളിഞ്ഞവരെ അയോഗ്യരാക്കണം. അതാണ് ആ പറഞ്ഞ സമയത്ത് ഇത് പുറത്തു വന്നോ? രണ്ടുപേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. ഈ പരാതി തയ്യാറാക്കിയത് ക്രൈംബ്രാഞ്ച് ആണോ എന്നുള്ള സംശയം പോലും രണ്ടാമത്തെ വിധിന്യായത്തിൽ ഉണ്ടായിരുന്നു. നമസ്കാരം. ബലാത്സംഗം, ഭീഷണി എന്നീ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ മൂന്നാമതായിട്ട് ഉയർന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ്. SIT നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയോഗ്യനാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. എന്താണ് ഇതിന് പിറകിൽ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് KM ഷാജഹാൻ സാറാണ്. സാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ അയോഗ്യനാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അയോഗ്യനാകണമെങ്കിൽ ഇനി വല്ല പുതിയ നിയമം എഴുതി വെക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഉള്ള നിയമം വെച്ച് രാഹുൽ മാങ്കൂട്ടം അയോഗ്യനാകണമെങ്കിൽ അതിനു മുമ്പ് ചുരുങ്ങിയത് രണ്ടുപേരെങ്കിലും അയോഗ്യരാകപ്പെടണം. അതായത് CBI റിപ്പോർട്ടിൽ സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ട് എന്ന് CBI റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ള ഗണേഷ് കുമാർ ഇന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. അയാൾ അയോഗ്യനാവണം. ഒന്നിലധികം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള പേരിൽ പിണറായി സർക്കാർ തന്നെ കുറ്റപത്രം കൊടുത്തിട്ടുള്ള മുകേഷ്, അയാൾ അയോഗ്യരാവണം. അപ്പൊ ചുരുങ്ങിയത് രണ്ടുപേരെങ്കിലും ആദ്യം അയോഗ്യനായാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടം അയോഗ്യനാവൂല്ലോ എന്നുള്ളത് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടം അയോഗ്യനാക്കാൻ സ്പീക്കർ നടത്തുന്ന നീക്കം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്പീക്കർക്ക് അതിനെക്കുറിച്ചിട്ട് വലിയ ബോധമൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ചെറുപ്പക്കാരനാണല്ലോ, അതിനെക്കുറിച്ചിട്ട് പഠിക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു MLA അയോഗ്യനാവുന്നത്? അങ്ങനെയാണെങ്കിൽ എത്രയോ MLA-മാര് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കോവള MLA വിൻസെന്റിനെതിരെ ആരോപണമുണ്ട്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ആരോപണങ്ങളുണ്ട്. അപ്പം അവരൊന്നും എന്തേ അയോഗ്യരാക്കപ്പെടാതെ പോയത്? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമോ യുക്തിയോ നിർഭാഗ്യവശാൽ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങളുടെ പുറകെ പോകുന്നത്. മിനിമം സെൻസ് എങ്കിലും ഈ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ശബരിമല പെരുങ്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന് അവർക്ക് മനസ്സിലായേനെ. പക്ഷെ ആ മിനിമം കോമൺ സെൻസ് പോലും അവരുടെ തലയ്ക്കകത്തില്ല. ജനുവരി 7-ാം തീയതി കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് A. പത്മകുമാറിന്റെ ജാമ്യം രണ്ടാമത്തെ തവണ നിഷേധിച്ചുകൊണ്ടൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. 33 പേജിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവിൽ ശബരിമല പെരുങ്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനക്കാരൻ A. പത്മകുമാറാണെന്ന് പച്ച മലയാളത്തിലല്ല, പച്ച ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ചർച്ചയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വിക്രികൾ കാണിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിർഭാഗ്യവശാൽ മാധ്യമ സമൂഹത്തിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഉള്ള പ്രശ്നം. പക്ഷെ പഴയതുപോലെ മാധ്യമ സമൂഹത്തിലെ കുറെ ആളുകൾ പറഞ്ഞാൽ അത് തൊണ്ടോടാതെ വിഴുങ്ങുന്നവരല്ല ജനങ്ങൾ. സാമൂഹ്യ മാധ്യമം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് അതിനകത്തുള്ള സത്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ ചോദ്യത്തിനുള്ള എന്റെ മറുപടി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുത. ഇനി അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് സോളാർ പരാതിക്കാരിയിൽ കൊച്ചുണ്ടാക്കിയ എന്ന് CBI അന്വേഷണത്തിൽ പറയുന്ന ഗണേഷ് കുമാറും ഒന്നിലധികം കുറ്റപത്രങ്ങൾ പീഡിപ്പിച്ചു എന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച മുകേഷ്, അവർ രണ്ടുപേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അയോഗ്യമാകണം. ഇവിടെ ഇപ്പോ സാർ പറയുന്നത് പോലെ മുൻപുള്ള നേതാക്കന്മാർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ ഒരു നടപടി എടുത്തില്ല എന്നതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ പാടില്ല എന്നില്ലല്ലോ. അതായത് തെറ്റാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം എന്നുള്ള ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലെ പോലീസിന്റെ അറസ്റ്റ് മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്നൊരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാണ് എന്താണ് കേസെന്ന് ചോദിക്കുമ്പോൾ പോലീസ് അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞോട്ടെ, വക്കീലിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് പോലും അവസരം കൊടുക്കാതെ പോലീസ് രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നടപടി, അത് എങ്ങനെയാണ്? അതിന്റെ ഒരു നിയമ സാധുത എങ്ങനെയാണ്? അതിലെ 1-2-3 കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു, ഞാൻ ഓരോന്നോരോന്നും ഞാൻ മറുപടി പറയാം.
അതായത് മുൻപ് ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും ആ, പിന്നെ നടപടികൾ ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഇത് നടപടി ഞാൻ അങ്ങനെയല്ല, അതെന്റെ വായിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ തിരികരുത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുകയാണെങ്കിൽ ആദ്യം കുറ്റം തെളിഞ്ഞവർ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ആ കുറ്റം തെളിഞ്ഞവരെ അയോഗ്യരാക്കണം. അതാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലുള്ള സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. അവിടെയൊക്കെയുള്ള പ്രശ്നം എന്താ? അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരിക്കും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾ അങ്ങനെ പറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതൊക്കെ എപ്പോഴാണ് പുറത്തു വരുന്നത്? അയാൾ എപ്പോഴാണ് പറഞ്ഞത്? അയാൾ എന്ത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? എന്ത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്? ആ പറഞ്ഞ സമയത്ത് ഇത് പുറത്തു വന്നോ? രണ്ടുപേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്ന വാക്കുകൾ അയാൾ ശത്രുവായി കഴിയുമ്പോൾ എടുത്ത് പുറത്ത് കൊടുക്കുമ്പം അത് പിന്നെ നിയമത്തിന്റെ മുന്നിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് നിലനിൽക്കില്ല. രണ്ടാമത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ആദ്യാവസാനം നടപടിക്രമങ്ങളുടെ ലംഘനമാണിത്. എങ്ങനെയാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക? ഞാൻ ചോദിക്കട്ടെ. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള എന്ത് ലോക്കസ് ആണുള്ളത്? കാരണം അയാൾക്കെതിരെ വന്ന ആദ്യത്തെ കേസിൽ അയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു, കീഴ്ക്കോടതിയിൽ നിന്ന് മുൻകൂർ ലഭിച്ചു. രണ്ടാമത്തെ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഓർഡർ നിലനിൽക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. ആ കേസ് 21-ാം തീയതിയെ പരിഗണിക്കുള്ളൂ. ഈ കേസിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കേസിൽ അന്വേഷണവുമായി സഹകരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥനോട് താൻ ഈ കേസിന്റെ അന്വേഷണവുമായി സഹകരിക്കാം എന്ന് പറയുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമം എടുത്ത് ചവിട്ടുകൊട്ടയിലോട്ട് കളയും, കോടതി എടുത്ത് ചവിട്ടുകൊട്ടയിലോട്ട് കളയും. അതുകൊണ്ട് ഇത് ആദ്യാവസാന നിയമ നടപടിക്രമങ്ങളുടെ ലംഘനമാണ്. ഇത് പിണറായി വിജയന് പിന്നെ ചില കാര്യങ്ങൾ മറയ്ക്കാനുണ്ട്, അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അത് കോടതിക്ക് മനസ്സിലാവും. കോടതിയിൽ അത് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അറിയാം. ഇത് ആദ്യാവസാനം നടപടിക്രമങ്ങളുടെ ലംഘനമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവ് സ്ത്രീകളോടുള്ള പെരുമാറ്റം സംബന്ധിച്ച് അയാൾ ശരിയായ രീതിയിലല്ല എന്ന് നിങ്ങളൊക്കെ ഇത് പറയുന്നതിന് ഏതാണ്ട് 6 മാസം മുമ്പ് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും ഞാൻ അനുകൂലിക്കത്തില്ല. അയാളുടെ ഈ പെരുമാറ്റം മാത്രമല്ല, അയാളുടെ അല്ലാതെയുള്ള ആണുങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പോലും അയാൾക്ക് അഹങ്കാരവും താൻ പ്രമാണത്തുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്നത് ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭരണകൂട ഭീകരതയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല, ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടായിരുന്നു? പിന്നെ തിരുവനന്തപുരം എറണാകുളത്ത് റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ FIR ഇട്ടു. 6 മണിക്ക് FIR ഇട്ടു എറണാകുളത്ത്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ 55 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുക? അതാണ് ജഡ്ജി ചോദിച്ചത്, മജിസ്ട്രേറ്റ് ചോദിച്ചു. അതെങ്ങനെയാണ് അവിടെ FIR ഇട്ടിട്ട് 1 മണിക്കൂർ 55 മിനിറ്റ് കൊണ്ട് ഇവിടെ എങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഇത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുക. അന്ന് എന്നെ അറസ്റ്റ് ചെയ്തപ്പോഴും ഈ മാധ്യമങ്ങളും മാപ്രകളെല്ലാം കൂടെ എനിക്കെതിരെ അങ്ങ് കിടന്ന് വലിയ അർമാദിക്കുകയാണ്. കാരണം ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ ആകാന്നാണല്ലോ ഇവർ ധരിക്കുന്നത്. കോടതി എടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞത്. ഞാനിപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ ഒരാൾ സഹായിച്ചില്ല, എന്നിട്ട് ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതിക്ക് മനസ്സിലായി. അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കുറെ വനിതകളും കുറെ പുരുഷന്മാരും കുറെ ചെറുപ്പക്കാരും കയറി ഇരുന്നിട്ട് അവരങ്ങ് തീരുമാനിക്കും. ഇപ്പൊ ഈ കാര്യത്തിൽ തന്നെ അവർ ഇന്നലെ പറഞ്ഞെന്താണ്? ഒരുപാട് തെളിവുകൾ. എന്താണ് തെളിവ്? ഈ പെൺകുട്ടി അടക്കം ഭ്രൂണം ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനോട് തന്നെ പറയുന്നുണ്ട് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന് പരാതി കൊടുത്തു, അതാണോ നിങ്ങളുടെ ബൈബിള്? ആ പെൺകുട്ടി പറഞ്ഞതാണ്. അപ്പൊ പെൺകുട്ടിക്ക് എന്തും പറയാവോ? അങ്ങനൊന്നും ഇന്ത്യയിൽ നിയമമില്ല. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിനെതിരെ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങൾക്കൊക്കെ 4 അതിരുകളുണ്ട്. ഈ പെൺകുട്ടി പിന്നെ ഇതെപ്പോഴാണ് ഈ പീഡനം ഉണ്ടായത്? ഉണ്ടായിട്ട് 1.5 വർഷം കഴിഞ്ഞു. അപ്പൊ ഭ്രൂണം 1.5 വർഷമായിട്ട് അവിടെ ഫ്രീസറിൽ ഇരിക്കുകയാണോ? എന്താണ് പെൺകുട്ടിക്ക് ഇതിനു മുമ്പ് ഇയാളാണെന്ന് തെളിയിക്കാൻ പറ്റാതിരുന്നത്?
എന്തുമാത്രം മാർഗങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇവര് തമ്മിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിലായിരുന്നു സംസാരിച്ചതെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി വിവാഹിതയാണ്. ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു റൂം വാടകയ്ക്ക് റൂം എടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഈ പെൺകുട്ടിയുടെ പേരിൽ തന്നെയാണ് റൂം എടുക്കുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് ചെല്ലുന്നു. പക്ഷെ അവിടെ എത്തിയതിനു ശേഷം ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നാക്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിനുശേഷമാണ് പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ചില വിള്ളലുകൾ സംഭവിക്കുന്നത്. അതിനുശേഷം സംസാരിച്ച് താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് തന്റെ കുഞ്ഞാണോ എന്ന് പോലും സംശയം പ്രകടിപ്പിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചു എന്നത് തുടങ്ങിയിട്ടാണ് പെൺകുട്ടിയുടെ ഈ ഒരു വിയോജിപ്പിന് കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം മനസ്സിലാകുന്നത്. ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇതിനുശേഷം താൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ 2 പരാതികൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കേൾക്കുന്നത് എന്നൊക്കെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ പ്രേരിതമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രം ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളാണ്, ഇതിനൊക്കെ തെളിവ് എന്റെ കയ്യിലുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. പക്ഷെ അവിടെ നിന്ന് തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ഈ പെൺകുട്ടി ഇപ്പോൾ 3ാമത് പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടിയെ അവോയ്ഡ് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തതെന്നാണ് പറയുന്നത് അല്ലേ? നിങ്ങൾ ഈ സംസാരിച്ചതിനിടയിൽ എത്ര പ്രാവശ്യം പറയുന്നത് എന്ന് പറഞ്ഞു നിങ്ങൾ. ഇതിപ്പോ 3ാമത്തെ പരാതിയാണല്ലോ വരുന്നത്. ആദ്യത്തെ 2ാമത്തെ പരാതികളിൽ പിന്നെ കീഴ്ക്കോടതികൾ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വിധി ന്യായത്തിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചു. അതിൽ വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട് ബലാത്സംഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അതേസമയം തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഫോൺ സംഭാഷണത്തിൽ ഗർഭഛിദ്രം നടന്നോ ഇല്ലയോ എന്നത്, ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തിയോ എന്നുള്ളൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞാണ് കീഴ്ക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. ആ വിഷയം ഹൈക്കോടതിയിൽ ചെന്നു. ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി എന്ത് പറഞ്ഞു? ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തില്ല, പക്ഷെ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ നോട്ട് ടു അറസ്റ്റ് ഓർഡർ 21-ാം തീയതിയാണ് പരിഗണനയ്ക്ക് വരുന്നത്. അതേ ന്യായാധിപ തന്നെ 2ാമത്തെ കേസ് ചെന്നു. 2ാമത്തെ കേസ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2ാമത്തെ കേസ് ആദ്യത്തെ കേസിന്റെ വാദം നടക്കുന്നതിന് തലേ ദിവസമാണ് ചെല്ലുന്നത്. നിങ്ങളിതൊക്കെ ഈ സ്ത്രീകൾ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ഈ കണ്ണടച്ചുകൊണ്ട് കാര്യങ്ങളെ കാണരുത്. 2ാമത്തെ പരാതി ആർക്കാ കൊടുത്തത്? അല്ല, KPC പ്രസിഡന്റ്. KPC പ്രസിഡന്റ് ആരാ? അയാൾക്ക് എന്ത് പിന്നെ പോലീസ് അധികാരമുള്ളൂ? അപ്പൊ അന്നേരം നിങ്ങളുടെ ഈ പിന്നെ വികാരമൊന്നും ഇളകിയില്ലല്ലോ. അന്നേരം നിങ്ങൾ ഈ വനിത KPC പ്രസിഡന്റ് ആണോ പിന്നെ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. പക്ഷെ കോടതി ചോദിച്ചു. കോടതി എന്ത് ചോദിച്ചു? കോടതി ചോദിച്ചു KPC പ്രസിഡന്റ് എന്താ അവകാശം എന്ന്. മാത്രമല്ല, ഈ പരാതി തയ്യാറാക്കിയത് ക്രൈംബ്രാഞ്ച് ആണോ എന്നുള്ള സംശയം പോലും 2ാമത്തെ വിധിന്യായത്തിൽ ഉണ്ടായിരുന്നു. 2ാമത്തെ പരാതിയുടെ അവസാനം ഈ വനിത എഴുതി വെച്ചിരുന്നത് എന്താണെന്നറിയാവോ? എഴുതി വെച്ചിരുന്നത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് ചോദിക്കാം. അപ്പം ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് അതിനു മുമ്പ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ട് 2ാമത്തെ വിധിന്യായത്തിൽ കീഴ്ക്കോടതി തന്നെ ഇത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് നടന്നിട്ടുള്ളത്, ആരാണ് ഇതിന്റെ പുറകിൽ നിന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്ത്രീ പിന്നെ ഭ്രൂണം എടുത്തു വെച്ചു. ഭ്രൂണം എന്തായിരുന്നു? ഈ ഒരു വർഷമായിട്ട് എടുത്തു വെച്ചിരുന്നു. ഭ്രൂണം എടുത്തു വെച്ചിരുന്നെങ്കിൽ ആ ഭ്രൂണം പരിശോധിച്ച് അതിൽ DNA ഇത് പിന്നെ തെളിവ് ഇവർക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. 1ാമത്തെ കാര്യം. 2, ഈ ഭ്രൂണം എടുത്തു വെച്ചതിന് ശേഷവും ഇവർ തമ്മിൽ അടുത്ത് ഇടപഴകിയിട്ടുണ്ടല്ലോ. അതെങ്ങനെ? ഭ്രൂണം എടുത്തു വെച്ചതിന് ശേഷവും ഇവർ ഒരുമിച്ച് താമസിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ഫ്ലാറ്റ് മേടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, UK പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അടിവസ്ത്രം മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതെങ്ങനെ സംഭവിക്കുന്നത്? ഒരു വശത്ത് ഭ്രൂണം എടുത്ത് വയ്ക്കുക, മറുവശത്ത് അയാളുമായിട്ട് സഹകരിക്കുക. അത് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, നിങ്ങൾ ഇതിന്റെ ചില കോമൺ സെൻസുകൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചിട്ട് ഇപ്പൊ എന്താ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്? അവര് വിവാഹിതയായിരുന്നു, ഒരു ഭർത്താവ് അറിയാതെ ഇവിടെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോ പറഞ്ഞില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അവര് തന്നെ മുറിയെടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ചു. എന്തൊക്കെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ ചെല്ലുന്ന. രാഹുൽ മാങ്കൂട്ടം വാതിൽ തുറക്കുന്നു, അവരെ തുപ്പുന്നു, അവരെ ചവിട്ടുന്നു, അവരെ തൊഴിക്കുന്നു, അവരെ ബലാത്സംഗം ചെയ്യുന്നു. അവർ ഗർഭിണിയാകുന്ന സമയമാണെന്ന് പറഞ്ഞിട്ടും അതൊന്നുമില്ലാതെ അവരെ ബലാത്സംഗം ചെയ്യുന്നു. ഇതെന്താണിത്? ഇത് ആരെയാണ് നിങ്ങൾ? അപ്പൊ ഇതും ഒരു സ്ത്രീ പറഞ്ഞാൽ വിശ്വസിക്കണമെന്നാണോ?
അത് ഇന്ത്യയിലെ ഭരണഘടനയെ അനുവദിക്കുന്നില്ല, നിയമം അനുവദിക്കുന്നില്ല. അല്ല, അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു ആരോപണം, പരാതി വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല ഞാൻ ചോദിക്കുന്നത്, ആദ്യത്തെ പരാതിയിലും രണ്ടാമത്തെ പരാതിയിലും ബലാത്സംഗം പറഞ്ഞായിരുന്നല്ലോ. ബലാത്സംഗം കോടതി തെളിയാതെ ഇത് ആരന്വേഷിക്കണം ഞാൻ ചോദിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് വരാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് ഇങ്ങനത്തെ ഒരു ലൈംഗിക പീഡകനാണെന്ന് പൊതുമണ്ഡലത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ലല്ലോ. എന്ന് മാത്രമല്ല അയാൾ യൂത്ത് കോൺഗ്രസ്, ഞാൻ ചോദിക്കുന്നത് അയാളൊരു ബുദ്ധിമാനായിട്ടുള്ള ചെറുപ്പക്കാരനല്ലേ? അയാളുടെ തലയ്ക്കകത്ത് ബുദ്ധിയില്ലേ? അയാൾ അവിടെ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലേ? അല്ലെങ്കിൽ അയാളൊരു പൊതുപ്രവർത്തകനല്ലേ? ഞാൻ വിദേശത്ത് നിന്ന് ഒരു പെണ്ണിനെ വിളിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ ഇരുത്തിയിട്ട് ഞാൻ അവളെ തുപ്പുകയും ചവിട്ടുകയും തൊഴിക്കുകയും അവരുടെ ശരീരമാസകരം മാന്തി പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അത് പ്രശ്നമാവും എന്നുള്ള കോമൺ സെൻസ് അയാളുടെ തലയിലിരിക്കത്തില്ലേ? ഈ കോമൺ സെൻസിനെ കുറിച്ച് ചിന്തിക്കാതെ, ഇതിനകത്തുള്ള നിയമവിരുദ്ധതയെ കുറിച്ച് ചിന്തിക്കാതെ, ഇതിനകത്തുള്ള ഇരട്ടത്താപ്പിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു സ്ത്രീ എന്തു പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കണം എന്നാണോ? അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. പക്ഷെ ഇന്ത്യയിലെ നിയമം അതിനെ അനുവദിക്കത്തില്ല. ഇന്ത്യയിലെ നിയമം സ്ത്രീകൾക്ക് അനുസൃതമായി നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരെ സംരക്ഷിക്കും സുരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, സ്ത്രീകൾക്ക് എന്തും പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. എന്നിട്ട് ഭ്രൂണം എടുത്തു വയ്ക്കുന്നവർ, അവര് ഗർഭം അലസിപ്പോയതാണ് എന്നവർ പറയുന്നുണ്ട്. ഈ ഗർഭം അലസിപ്പിച്ചതാണെന്ന് ഇതിനകത്ത് പറയുന്നില്ല. എടുത്തു വയ്ക്കുന്നു. ആ ഭ്രൂണം എടുത്ത് ഫ്രീസറിൽ ഇരിക്കുന്ന സമയത്ത് ഇയാളുമായിട്ട് സഹകരിക്കുന്നു. അത് എന്തൊരു സഹകരണമാണത്? എന്ത് മാധ്യമപ്രവർത്തനമാണ് നിങ്ങളുടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം നമ്മൾ നോക്കേണ്ടി വരുമല്ലോ. ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഒരു ചാറ്റാണ്. അതായത് രാഹുൽ മാങ്കൂട്ടവും ഈ പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന ചാറ്റ്. അതിൽ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നാണം കെട്ടു. അതായത് ഇതിനു മുൻപുള്ള പരാതിയൊക്കെ അടിസ്ഥാനത്തിൽ പാർട്ടി അടക്കം പുറത്താക്കിയ സാഹചര്യത്തിൽ ഞാൻ നാണം കെട്ടു, എനിക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ തിരിച്ച് ഏത് നാണയത്തിലാണോ എനിക്ക് തന്നത് അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ചെയ്ത അതേ കാര്യം, അതായത് തെളിവുകൾ ശേഖരിച്ച് വെക്കുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, രാഹുൽ മാങ്കൂട്ടം, അപ്പൊ നിങ്ങൾ ചോദ്യം തിരിച്ചു ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ചെയ്തു എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ സ്ത്രീ പറഞ്ഞത് പിന്നെ അംഗീകരിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ 2 പരാതിയിലും ഇതുപോലുള്ള ഭീഷണികൾ ഒരുപാട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇത് കൊണ്ട് നടന്നിരുന്നല്ലോ, ഇല്ലേ? ആദ്യത്തെ 2 പരാതികളിലും ഭീഷണി ഇല്ലായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത്? പക്ഷെ അന്നൊക്കെ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ചാറ്റുകൾ അന്നും പുറത്ത് വന്നില്ലേ? ആ ചാറ്റുകളിലൊക്കെ ഭീഷണി ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. ഇതുപോലെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. ഇത് അപ്പുറത്ത് ഭീഷണി ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്. അത് കോടതിയിൽ തള്ളിപ്പോയത്, കോടതിയിൽ നിലനിൽക്കാൻ എന്താ? അപ്പൊ ഇതൊന്നും നിലനിൽക്കത്തില്ല. നിങ്ങളൊരു സ്ത്രീ എന്ത് പറഞ്ഞാലും അതിന്റെ പുറകെ പോകലാണോ മാധ്യമ പ്രവർത്തനം? തെറ്റും ശരിയും, പുരുഷന്റെ ഭാഗത്ത് തെറ്റും ശരിയും ഉണ്ടെങ്കിൽ ആ തെറ്റും ശരിയും പറയണം. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഭാഗത്തും തെറ്റും ശരിയുണ്ട്, അത് പറയണ്ടേ? ഇതിപ്പോ കോടതിയിൽ എന്താ സംഭവിക്കാമെന്ന് നോക്കൂ. കോടതിയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ആദ്യ പരാതി വന്നപ്പോഴും രണ്ടാമത് പരാതി വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ് ആർമാദിച്ച് നടന്നു. എന്ത് സംഭവിച്ചു? കോടതി അത് രണ്ടും എടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞില്ലേ? കളഞ്ഞപ്പോഴത്തേക്ക് ചവിട്ടോട്ടെ പോയത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും കൂടിയല്ലേ? അത് കാണാതെ പിന്നെയും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ കൊണ്ടുപോവാ. ആ തെളിവുകൾ കൊണ്ടുവന്ന് അവനെ അഴിക്കുള്ളിലാക്ക്. ഇവിടെ ഒരു പുല്ല് തെളിവുമില്ല. ആ സ്ത്രീ പറയുന്നത് മുഴുവൻ കോൺട്രഡിക്ടറി ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലൊരു അനുഭവം ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ദുരനുഭവം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഭ്രൂണം എടുത്ത് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് അയാൾക്ക് ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാൻ, അടിവസ്ത്രം മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനെ നിങ്ങൾ എന്തോ ചോദ്യം ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? ഇതെന്തിനാണ് പിണറായി ഇത് ചെയ്യുന്നതെന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തിനാണ് പിണറായി ഇതിനിപ്പോ ഇതൊക്കെ ഉണ്ടെന്നത്? ശബരിമല കൊള്ള മറക്കാനാണ്. അത് ജനങ്ങൾക്കെല്ലാം നല്ലപോലെ, ഞങ്ങളുടെ വീഡിയോകളൊക്കെ കാണുന്ന ജനങ്ങൾക്കെല്ലാം നല്ലപോലെ മനസ്സിലാവും. ഇവിടെ പക്ഷെ തുടരെ ഇങ്ങനെ പരാതികൾ വരുമ്പോൾ അതൊരു വെല്ലുവിളിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും തുടരെ സമാനതകളുള്ള പരാതികളാണ് വരുന്നത്. അതൊരു വെല്ലുവിളിയായി മാറാൻ സാധ്യതയില്ല. ഈ തുടരെയുള്ള പരാതി എങ്ങനെയാ വരുന്നത്? പിണറായി വിജയൻ കൊണ്ടിരുന്നല്ലേ പരാതി? പിണറായി വിജയന്റെ പോലീസ് കൊണ്ടിരുന്നില്ലേ? എല്ലാ പരാതിയും പോലീസിന്റെ കൈക്കറിയല്ലേ ഈ പരാതി? അത് സാമാന്യ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലാവും. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? തുടരെ എന്ന് പറഞ്ഞു. തുടരെ ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ പരാതി എപ്പോഴാണ് വന്നത്? അപ്പൊ ഈ തുടരെ ഇതൊക്കെ അങ്ങ് സ്വാഭാവികമായി വരുന്നതാണെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ സ്ട്രേറ്റ് ഫോർവേഡ്നെസ്. പക്ഷേ ജനങ്ങൾക്ക് അറിയാം ഇതിന്റെ കാര്യം. ഇപ്പോഴും എന്താ ഇപ്പൊ ഈ പരാതി വന്നത്? പിന്നെ അപ്പൊ അത് മനസ്സിലാക്കണ്ടേ നിങ്ങൾ? അത് മനസ്സിലാക്കാതെ ഇങ്ങനെ തുടരെ പിന്നെ ഈ തുടരെ വരുന്ന എല്ലാ പരാതിയിലും ഒരുപോലെയാണല്ലോ.
അതെന്താ നിങ്ങൾ കാണാത്തത്? ഈ തുടരെ വരുന്ന പരാതികളിലെല്ലാം അവൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാടി മാന്തി പറിക്കും. തുടരെയുള്ള പരാതികളിലെല്ലാം അവന് കൊച്ചു വേണമെന്ന് ചോദിക്കും. എനിക്കത് മനസ്സിലാകുന്നില്ല. ഒരാളുമായിട്ട് പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നു, ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ കൊച്ചു വേണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നിട്ട് പറഞ്ഞായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ അമ്മ സമ്മതിക്കും. ഞാൻ പറഞ്ഞു ഇതൊരു സ്ത്രീയെ എഴുതി വെക്കുമ്പോൾ അതിന്റെ പുറകെ അത് ശരിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന നിങ്ങളുടെ ബോധ നിലവാരത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഒരു പൊതുപ്രവർത്തകൻ, ഇനി ആ പൊതുപ്രവർത്തകൻ മാത്രമല്ല, പിണറായിയുടെ ഏറ്റവും കൂടുതൽ നോട്ടപ്പുള്ളിയായിട്ടുള്ള പൊതുപ്രവർത്തകൻ, പിണറായി വിജയനെ വിജയ എന്ന് വിളിക്കുന്ന പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകൻ ഇങ്ങനെയുള്ള മണ്ടത്തരം എവിടെയെങ്കിലും പോയി കാണിക്കും? ഞാൻ ചോദിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് കണ്ട ഉടനെ തന്നെ ചാടിക്കറി മാന്തി പറിക്കേണ്ട കാര്യം എന്താ? അവന് എന്താ അപ്പടെ ഇത് പരാതിക്കാരികളായിട്ടുള്ള സ്ത്രീകൾ പറഞ്ഞ തെളിവല്ലേ ഉള്ളൂ. അവരെന്തിനാ ഇങ്ങനെ മാന്തി പറിക്കുന്നത്? അവർ മുഖത്ത് തുപ്പേണ്ട കാര്യം എന്താ? ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും ചിന്തിക്കാത്തത്? എന്നാലും ആദ്യമായിട്ടൊരു പെണ്ണിനെ ആദ്യമായിട്ടാണ് സ്ത്രീ അവൻ കാണുന്ന ഉടനെ മുഖത്ത് തുപ്പി. എടാ അതെന്താ? അതിനകത്തൊരു യുക്തിയില്ലല്ലോ. എന്താണ് നിങ്ങൾക്ക് തോന്നാത്തത്? അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും നിശ്ചിത താല്പര്യം ഉണ്ടാവും. സാമാന്യ ബോധമുള്ളവന് തോന്നുന്നു. ഇത് കണ്ട ഉടനെ ചാടി ബലാത്സംഗം ചെയ്യണം. അവൻ അതിന്റെ കണ്ട ഉടനെ ചാടി ബലാത്സംഗം ചെയ്യേണ്ട കാര്യം എന്താ? അവൻ ഒരുപാട് പ്രശസ്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അവനെന്തിനാ കണ്ട ഉടനെ കയറി ബലാത്സംഗം ചെയ്യേണ്ട കാര്യം എന്താ? ഇതൊക്കെ അവന്റെ ക്രെഡിബിലിറ്റിയും അവന്റെ ജനസമ്മതിയും കൂട്ടുകയേ ഉള്ളൂ. ആ ജനസമ്മതി ഉള്ളതുകൊണ്ടാണ് അവനവിടെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവരെ പറയുന്നത്. അത്തരത്തിലുള്ള ജനസമ്മതി അവനുണ്ട്. അപ്പൊ ആത്യന്തികമായി ഇത് ജനസമ്മതി അവന് കൂട്ടുകൾ. ഇന്നലെ അവന്റെ വക്കീലൊക്കെ എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. അയാൾ പറയുന്നത് കറക്ഷനില്ലേ? ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടി, രണ്ടാമത്തെ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഉണ്ട്, മൂന്നാമത്തെ കേസിൽ അന്വേഷണ സംഘമായിട്ട് സഹകരിക്കാന്ന് പറഞ്ഞാൽ അവൻ നിരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അവൻ എന്തിനാണ് പോയാൽ? ഞാൻ ചോദിക്കും, ഈ ഇത്തരം ചോദ്യങ്ങളൊന്നും എന്താണ് നിങ്ങൾ ചോദിക്കാത്തത്? ചാറ്റ് പുറത്തു വന്നു, എങ്ങനെ പുറത്തു വന്നു? ആര് പുറത്തു കൊടുത്തു? ചാറ്റ് പുറത്തു കൊടുക്കാൻ പാടുണ്ടോ? പോലീസല്ലേ പുറത്തു കൊടുത്തത്. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ചോദിക്കാത്തത്? അവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ക്യാമറയായിട്ട് പോയി. അപ്പൊ എന്താണ്? അല്ലല്ല, ക്യാമറ ആയിട്ടാ പോയിട്ടുള്ളത്. പിന്നെ ഈ CCTV ക്യാമറ ആണെങ്കിൽ അതങ്ങനെ പുറത്തു വന്നു. നിങ്ങളെന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ആദ്യമായിട്ടൊരു സ്ത്രീയെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് തുപ്പി. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്ത എന്താണ്? ഭ്രൂണം എടുത്ത് ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പം അത് പഴയോടി ചെയ്തതല്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത എന്താണ്? ഭ്രൂണം കൊണ്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം അവൻ അടിയസ്ത്രം മേടിച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത്? ഈ ചോദ്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ ചോദിക്കാത്തത്? ഉണ്ടായിരിക്കുമോ? നിങ്ങൾ നേരെ കോടതി പോലീസിലോട്ട് പോയിട്ട് പറയില്ലേ? എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചു? ഇതെല്ലാം ചെയ്തു 1 വർഷം മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവർ തമ്മിൽ അടുത്തു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ചെലവഴിച്ചു. ഫ്ലാറ്റ് വരെ മേടിച്ചു കൊടുക്കാവുന്നവർ ചോദിക്കുന്നതിനുള്ള ബന്ധം. അവന്റെ നല്ല കാലം. അവൻ എന്തെങ്കിലും വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്നെല്ലാം അവൻ്റെ ഇപ്പോൾ രക്ഷപ്പെടും. അവനെ ജനങ്ങൾ ഇനി പൂർണ്ണമായും വിശ്വസിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വിനാശകാല വിപരീത ബുദ്ധി. അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്ന ഈ വൃത്തികേടുകൾക്കും ചെറ്റത്തരങ്ങൾക്കും ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലെ കൂട്ടു നിൽക്കരുത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തും അയോഗ്യനാകാനുള്ള സാധ്യത, MLA കസേര തെറിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളോട് KM ഷാജഹാൻ സാർ വിശദീകരിച്ചത്. അതായത് തെളിവുകളുടെ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളൊക്കെ എങ്ങനെയാണ് ആ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്, ഇത് ഏത് തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കാണാനുള്ളത് കോടതി വിധിയാണ്.